നമസ്കാരം. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ്. അവിടെയാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഈ സ്കൂൾ എന്ന് പറയുമ്പം അക്കാഡമിക്കാണ്, അതിൻ്റെ അടിസ്ഥാനം മാർക്കാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു അതിലൊന്നും ഒരു മാറ്റം വരുത്താൻ ഇപ്പോൾ സാധിക്കില്ല. അങ്ങനെയാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്, ഗവൺമെൻറ്റും പ്രതീക്ഷിക്കുന്നത്, എല്ലാം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ തീരുമാനങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ 35 കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ ആ രീതിയിൽ പഠിച്ചു പോവുകയും അതിന് മാർക്ക് കുറയുന്ന കുട്ടികൾ വേറെ രീതിയിലും പോകുന്ന സ്ഥിതിവിശേഷമാണ്. കാലഘട്ടം മാറി. അപ്പോൾ ഇന്ന് ഒരു ക്ലാസ്സിൽ 35 കുട്ടികൾ ഉണ്ടെങ്കിൽ മാർക്ക് എടുക്കുന്ന കുട്ടികൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. കാരണം 35 കുട്ടികൾക്കും 35 കഴിവുകളുണ്ട്. ഇന്ന് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമാവുന്നത് സ്കില്ലിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഓരോ മനുഷ്യനും സയൻസ് അനുസരിച്ച്, ജീൻ അനുസരിച്ച്, സിസ്റ്റാവിന്റെ ഇതനുസരിച്ച് ഓരോ വ്യക്തിക്കും ടാലന്റ് ഉണ്ട്, കഴിവുണ്ട്. ആ കഴിവ് കണ്ടെത്തി മുന്നോട്ട് പോകുന്ന വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടീച്ചറും ആ 35 കുട്ടികളെയും സ്കില്ല് കണ്ടെത്തുക എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ആ സ്കില്ല് കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആവശ്യം. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ടീച്ചേഴ്സ് ഡേക്ക് എല്ലാ ടീച്ചർമാരും ഒരു കാരണവശാലും, ഒരു രക്ഷിതാക്കളും, ഒരു കുടുംബാംഗങ്ങളും മാർക്ക് കുറവ് കൊണ്ട് ഒരു കുട്ടീനെയും ബുദ്ധിമുട്ടിക്കരുത്, ഡിസ്കറേജ് ചെയ്യരുത് ഒരു കാരണവശാലും. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കുട്ടീനുണ്ടാവുന്ന ഒരു കഴിവ് ഇല്ലാതായി പോകും. അതിന് പകരം നിങ്ങൾ പഠിച്ച സമയം കഴിഞ്ഞ്, മാർക്ക് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം എന്തെല്ലാം സ്കില്ല് കുട്ടികൾക്കുണ്ടോ അത് പ്രോത്സാഹിപ്പിക്കണം. എന്തിനാണെന്നറിയാമോ? നാളെ ഈ സ്കില്ല് ഇന്ത്യക്ക് ആവശ്യമാണ്. ലോകം മാറുന്നുണ്ട്, ഇന്ത്യ മാറുന്നുണ്ട്. അങ്ങനെ കുതിക്കുന്ന സമയത്ത് ഈ ഓരോ സ്കില്ലും ഇന്ത്യക്ക് ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്. ആ രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇന്ത്യൻ്റെ വളർച്ചയ്ക്കൊരു കാരണം നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരുപാട് നല്ല ടീച്ചേഴ്സിന് സംഭാവന ചെയ്തിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇതുപോലെ കഠിനാധ്വാനം ചെയ്ത് സമൂഹത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്ത ഓരോ ടീച്ചേഴ്സിനും അഭിനന്ദിക്കുന്നു. അവർക്ക് എന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.